നമ്മുടെ സംസ്ഥാനമെങ്ങും കുട്ടികളെ ഒരുപാട് തരത്തിൽ ഉപദ്രവിക്കുന്ന പല പല വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. എന്താണ്, രണ്ടാനച്ഛൻ മർദ്ദിക്കുന്നു, ഒന്നാനച്ഛൻ രണ്ടാനമ്മയുടെ സഹായത്തോടു കൂടി മർദ്ദിക്കുന്നു, അങ്ങനെയുള്ള പല പല വാർത്തകളും നമ്മൾ കണ്ടു. പക്ഷേ രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ സ്നേഹപൂർവ്വം പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അവരോടുള്ള വാത്സല്യ കൂടുതൽ കൊണ്ട് പല കാര്യങ്ങളും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നത് വളരെ വലിയ ക്രൂരതയായി മാറുന്ന ചില ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. കുട്ടികളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് രക്ഷിതാക്കൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് വലിയ പീഡനമാണ് ഈ സ്നേഹക്കൂടുതൽ നൽകുന്നത് എന്ന് എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് അയച്ചു തന്ന ചില ദൃശ്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇവിടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നയം പുനഃപരിശോധിക്കുകയും നയം തിരുത്തുകയും ഒക്കെ ചെയ്യാനിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഞാനിപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ വീഡിയോയാണ്. ഞാൻ ഇന്ന് ഈ വാർത്ത നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ഈ നയപരിഷ്കരണമൊക്കെ നടത്തുമ്പോൾ ഇമാതിരിയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. സംഭവം മറ്റൊന്നുമല്ല, ഈ കിൻഡർ ഗാർഡൻ KG സെഷൻ ഉണ്ടല്ലോ, പ്ലേ സ്കൂള്, അതുപോലെ LKG UKG സെഷൻ പഠിക്കുന്ന ഇത്തിരി പോകുന്ന പിഞ്ചോമനകളുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ ഈ ഡേ കെയറിൽ നിന്നുമൊക്കെ ടൂർ എന്ന് പറഞ്ഞ് കൊണ്ടുപോകാറുണ്ട്. ടൂർ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു ദിവസത്തെ 1 ഡേ പിക്നിക്, രാത്രിയൊന്നുമല്ല പകൽ തന്നെയാണ് പിക്നിക്. അത് മോശപ്പെട്ട കാര്യമെന്നല്ല, നല്ല കാര്യം തന്നെയാണ്. വളരെ രസകരമായി കുട്ടികളെ കൊണ്ടുപോയി കുട്ടികൾ എൻജോയ് ചെയ്യുന്നതിൽ സംതൃപ്തരാണ്, സന്തോഷം അനുഭവിക്കുന്നവരാണ് മാതാപിതാക്കളും അതുപോലെ ഉത്തരവാദിത്വമുള്ള രക്ഷിതാക്കളും ഒക്കെ തന്നെ കുട്ടികളെ പിക്നിക്കിന് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് എതിര് അല്ല. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മ്യൂസിയത്തിൽ നിന്ന് എൻ്റെ സ്നേഹിതൻ പകർത്തിയ ദൃശ്യങ്ങളാണ്. കുറച്ച് കുട്ടികൾ, 10-15 കുട്ടികൾ, നല്ല വേഷമാണ്, ചിരിച്ച് നല്ല വളരെ പിഞ്ചോമനകൾ, വളരെ നൈർമല്യമുള്ള കുട്ടികൾ. അവർക്കൊപ്പം 2 ആയമാരുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് 2 ആയമാരുണ്ട്, ഒരു മെയിൽ ടീച്ചറുണ്ട്, 2 ഫീമെയിൽ ടീച്ചേഴ്സുണ്ട്. 5 പേരുണ്ട്. ഒരു 10-15 കുട്ടികളും. 5 പേരാണ്, 5 പേരടങ്ങുന്ന സംഘമാണ് ഈ 15 കുട്ടികളെ കൊണ്ടുവന്നത്. ഈ കുട്ടികളെ എൻട്രൻസ് ഉണ്ടല്ലോ, നമ്മുടെ മ്യൂസിയം വളപ്പിൻ്റെ എൻട്രൻസ്, എത്ര കിലോമീറ്റർ ചുറ്റളവ് ഉണ്ടാകും, എത്ര ഏക്കർ സ്ഥലം ഉണ്ടാകുമെന്നൊക്കെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. മെയിൻ എൻട്രൻസിൽ നിന്ന് കുട്ടികളെ നടത്തി കൊണ്ടുപോകുന്നു. ഇന്നലെ മഴയില്ല, മഴക്കാറുമില്ല, വെയിലാണെന്നല്ല. ആ ടാറിട്ട നിലത്ത് കൂടി കുട്ടികളെ നടന്നു. ചില കുട്ടികൾ തൊപ്പി വെച്ചിട്ടുണ്ട്, ചില കുട്ടികൾ തൊപ്പിയൊന്നുമില്ല, അത് ക്യാപ്പൊന്നുമില്ല. മൊട്ടൻ വെയിൽ കുട്ടികളുടെ ദേഹത്ത് അടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ സൂവിനകത്തേക്ക് കയറണം. ഒരാൾക്ക് 30 രൂപ. ഈ കുട്ടികൾക്ക് പ്രവേശന ഫീസ് ഇല്ല, കാരണം 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പൈസ കൊടുത്താൽ മതി. അതുകൊണ്ട് ഈ 15 കുട്ടികൾക്കും പ്രവേശന ഫീസ് കൊടുക്കേണ്ടതില്ല. 4 അധ്യാപകരുടെ, ഈ പോയ മുതിർന്ന ആളുകൾ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. ബാക്കി ആളുകൾക്ക് മൃഗശാല കാണുന്നതിന്, മൃഗങ്ങളെ കാണുന്നതിന് കാശ് കൊടുക്കേണ്ടതില്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. 30 രൂപയാണ് ഒരാളുടെ എൻട്രൻസ് ഫീസ് എങ്കിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ പൈസ കൊടുക്കണം. നിങ്ങൾ ഈ നറങ്ങണികളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്, വാത്സല്യത്തോടെ. ഈ നറങ്ങണികളെ കാണുമ്പോൾ ആരും 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾ അതിനകത്തില്ല. അവരെ മൃഗശാലയ്ക്കകത്ത് കയറ്റുന്നു. എന്നിട്ട് ആ എൻട്രൻസ് വഴി അവിടെ ചുറ്റി കാണുകയാണ്. പക്ഷികളെ കാണുന്നു, മൃഗങ്ങളെ കാണുന്നു. എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ ഇത്രയും ദൂരം നടക്കണം. മുതിർന്നവർ നടന്നാൽ പോലും കാല് കഴിയും. അതുവഴി പോയിട്ടുള്ള ആളുകൾക്കറിയാം. അവിടെ ചില കമിതാക്കൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ചുറ്റിയടിച്ച് കാണുന്നുണ്ടാകും, നടന്ന് രസം പങ്കുവെച്ച് പ്രേമിക്കുന്നുണ്ടാകാം. അവർക്ക് കാലൊന്നും കഴിക്കണമെന്നില്ല. പക്ഷേ മുതിർന്ന ആളുകളാണെങ്കിലും ആര് പോയാൽ ഇത്രയും ദൂരം ചുറ്റി നടന്ന് കാണുമ്പോൾ ഒന്ന് കാല് കഴിക്കും, ഒന്ന് ഇരിക്കണമെന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഈ കുട്ടികളെ ഈ ആളുകൾ, ഇവർക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. കുഞ്ഞുങ്ങളല്ല, കുഞ്ഞുമക്കളോട് എന്ത് പറയാനാണ്? ഈ കുഞ്ഞുങ്ങൾ നടന്ന് ഓരോ സ്ഥലവും നടന്നാണ് അവസാന പോയിന്റ് വരെ നടന്നു. എന്നിട്ടും ആ എരിപൊരി വെയിലത്ത് കൂടി അവർ തിരിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിൽ ചിലതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇങ്ങനെ അകത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഈ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുന്നതാണെങ്കിലോ, ഇവർക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. അവർക്ക് സ്നാക്സ് ഒക്കെ കൊടുക്കണമല്ലോ. പക്ഷേ ഈ 2 ആയമാർ തൂക്കിയിരുന്ന 2 ബാഗിനകത്ത് കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ ആണ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം. ആ ബാഗിൽ നിന്ന് വാട്ടർ ബോട്ടിലെടുത്ത് വെള്ളം കൊടുക്കുന്നു. അതായത് കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം. ഇതാണ് അവർക്ക് കൊടുത്ത സ്നാക്സ്. ഇത്രയും ദൂരം ചുറ്റിക്കറങ്ങുക ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട്, 5 വയസ്സിന് താഴെയുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട്. ഇവർ ഒരാളെ ഒരു സ്ഥലത്തേക്ക് പിടിക്കുമ്പോൾ വേറൊരാൾ വേറെ സ്ഥലത്തേക്ക് പോകും. അവിടെയുള്ള കുണ്ടിലോ കുഴിയിലോ കുഞ്ഞ് വീണാൽ പോലും ആരും അറിയുകയുമില്ല. ഇത്രമാത്രം സുരക്ഷിതത്വമില്ലാതെ, സുരക്ഷിതത്വം എന്ന വാക്കെടുത്ത് പറയുന്നത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നയം പരിഷ്കരിക്കാനിരിക്കുന്ന സംസ്ഥാന സർക്കാരൊക്കെ കാണാൻ വേണ്ടിയാണ്.
അത് ശ്രദ്ധിച്ചുക. ബാലവേലയും അല്ലെങ്കിൽ വീട്ടിൽ രണ്ടാനപ്പനോ രണ്ടാനമ്മയോ ആരെങ്കിലും കുട്ടികൾ അടിക്കുന്നത് മാത്രമല്ല പീഡനം. ഈ സ്നേഹക്കൂടുതൽ കൊണ്ട് ഇങ്ങനെ സുരക്ഷിതമല്ലാത്ത തരത്തിൽ ഇത്തരം കുട്ടികളെ ഇങ്ങനെ അയക്കുന്നതും ഒരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം ഉന്നയിക്കുകയാണ്. എനിക്കും ഇതേ പ്രായത്തിലുള്ളൊരു മകനുള്ളത് കൊണ്ടാകാം ഒരുപക്ഷെ ഈ വീഡിയോസ് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് കാളിപ്പോയത്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടത് ഇങ്ങനെയല്ല. നിങ്ങൾ നോക്കൂ, മ്യൂസിയത്തിൽ അവിടെ വണ്ടിയുണ്ട്. അവിടെ മൃഗശാലയിൽ കുട്ടികളെ കൊണ്ടുപോകാനും മുതിർന്നവരെ കൊണ്ടുപോകാനും പാകത്തിന് വണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ കുട്ടികളെ മുഴുവൻ ഒരു വണ്ടിയിൽ കയറ്റാം. കുഞ്ഞുമക്കളാണല്ലോ, അവരെ മുഴുവൻ ഒരു വണ്ടിയിൽ കയറ്റാം. വണ്ടിയിൽ കയറ്റി ഈ 4 അധ്യാപകർക്കും വേണമെങ്കിൽ ഇരിക്കാം, 5 മുതിർന്ന ആളുകൾക്ക് ഇരിക്കാം, ബാക്കി കുട്ടികളെ ഇതിനകത്ത് നിർത്തിയാൽ മതി. 500 രൂപ, ഏറിയാൽ 1000 രൂപ, 2 വണ്ടി പിടിച്ചാൽ 1000 രൂപയെ ചിലവ് വരുള്ളൂ. കുട്ടികളെ വണ്ടിയിൽ കൊണ്ടുപോയി ഓരോ കേജിൻ്റെ മുന്നിൽ, അതായത് ഓരോ കൂടുകളുടെ മുന്നിലും കൊണ്ടു നിർത്തും. എന്നിട്ട് അവിടെ കുട്ടികളെ കാണിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ സുരക്ഷിതമായ സംവിധാനം അവിടെ ഇരിക്കെ ആണ് ഈ ഒരു കുട്ടിക്ക് മിനിമം 1000 രൂപയെങ്കിലും ഇവർ വാങ്ങിക്കാണുമല്ലോ. 1000 മുതൽ 1500 രൂപയെങ്കിലും ഫീസ് ഈടാക്കിയിട്ടാകും ഈ ഒൺ ഡേ പിക്നിക്ക്. ഒൺ ഡേ പിക്നിക്ക് എന്ന് പറയുമ്പോൾ അത്രയും രൂപ കൊടുത്തിട്ട് കുട്ടികൾക്ക് സ്നാക്സ് കൊടുക്കുന്നില്ല. 2, കുട്ടികളെ ഈ പൊരിവെയിലത്ത് കഷ്ടപ്പെടുത്തി നടത്തിച്ചാണ് ഈ പിക്നിക്ക്. കുഞ്ഞുങ്ങൾക്ക് ഈ കാഴ്ച ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? അതുമില്ല. ഒരു കേജിന് മുന്നിൽ കൊണ്ടുപോകും, പെട്ടെന്ന് അവിടെ നിന്ന് അടുത്ത് ഓടു എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ചിലപ്പോൾ പൊട്ടത്തെറ്റായിരിക്കാം പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നലെ ഇത് ലൈവായിട്ട് കണ്ട സ്നേഹിതൻ പറയുന്നത് പലതും എന്താണ്, പെൺസിംഹത്തെ കാണിച്ചിട്ട് അത് ടൈഗറാണെന്ന് വരെ പറഞ്ഞു കൊടുക്കുന്ന മഹാമാന്യന്മാരാണ് ഇവരുടെ കൂടെ ഉള്ളത്. അങ്ങനെ തെറ്റ് പറഞ്ഞു കൊടുക്കുന്നത് പോട്ടെ, ഇവർക്ക് ഒരു കാട് യാത്രയാണോ അല്ലെങ്കിൽ മൃഗശാല യാത്രയാണോ ഇതൊക്കെ മനസ്സിലാകേണ്ട പ്രായമായോ? അതുമില്ല. ഇവരെ കൊണ്ടുപോകുമ്പോൾ സുരക്ഷിതത്വമുണ്ടോ? അതുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ ഈ ഡേ കെയറുകാർക്കെതിരെയോ സ്കൂളുകാർക്കെതിരെയോ അല്ല, ഈ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട കാശ് വാങ്ങുമ്പോൾ ആ കാശിന് നീതി അർഹിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നീതിയുക്തമായി കുട്ടികൾക്കത് ചെലവഴിക്കണം, കുട്ടികൾക്ക് കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ ഈ പൊരിവെയിലത്ത് ഈ പിഞ്ചോമനകളെ നടത്തിച്ചുള്ള ഈ ഒൺ ഡേ പിക്നിക്കുന്ന തട്ടിപ്പ്, അതിനെതിരെ സർക്കാർ നിലപാട് സ്വീകരിക്കണം. ഈ പരിഷ്കരിക്കുന്ന നയമുണ്ടല്ലോ, അതിനകത്ത് ഈ ഒൺ ഡേ പിക്നിക്ക് തട്ടിപ്പൊക്കെ നിയന്ത്രിക്കാനുള്ള നിയമവശങ്ങളും ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രേക്ഷകരും ഇതിന് മുൻകൈ എടുക്കണം. അതല്ലാതെ ഇത് ആരെയും അപകീർത്തിപ്പെടുത്താനോ നശിപ്പിക്കാനോ അല്ല. ഇന്നലെ പോയ സ്കൂളുകാരുടെ പേരൊക്കെ കുട്ടികളുടെ ഷട്ടിലും ബാഗിലുമൊക്കെ ഉണ്ട്. ഒരു സ്മാർട്ട് സ്കൂളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ഒരു സ്മാർട്ട് സ്കൂളിൽ നിന്നാണ് ഒട്ടും സ്മാർട്ടല്ലാത്ത ഒരു യാത്ര നടത്തിയിരിക്കുന്നത്.